എടാ ഞാൻ ഇന്നലെ ഇല്ലേ കോഴിക്കോട് നിന്ന് ഇങ്ങനെ വടകരയ്ക്ക് വരുന്നതിന് ഒരു 6:45 അങ്ങനെ ആയിരിക്കും സമയം. നേത്രാവതി ട്രെയിനും കിട്ടിയത്. അപ്പോൾ ട്രെയിനിൽ കാരി സ്വാഭാവികമായിട്ട് കാര്യം എപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതൊരു ലോക്കാണ്. കാരണം ജാലിയൻ വാലാവിനെക്കാട്ടും വലിയ തിരക്കിന് അതിൻ്റെ അകത്ത്. ഒടുക്കത്തെ തിരക്ക് വെച്ചാൽ ഒടുക്കത്തെ തിരക്ക്. നിൽക്കാൻ ഒന്ന് ഒരു മുട്ട സൂചിച്ചിട്ട് കിട്ടാൻ നിലത്ത് പോകില്ല. അയിറ്റ തിരക്കേനു. ആൾക്കാർ ജാമായി പോയിട്ടുണ്ടാവും. അപ്പോൾ ബാത്റൂമിൻ്റെ അടുത്തേക്ക് കുറച്ച് സ്പേസ് കിട്ടി എനിക്ക്. ഞാൻ അപ്പോൾ അവിടെ കുറച്ച് തിരക്കാണ് ഉറവുള്ളതുകൊണ്ട് അവിടെ മാത്രം നാറുന്നുണ്ട് അവിടെ. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോയി എന്തെങ്കിലും ആക്കട്ടെ എന്ന് വെച്ചിട്ട് ഡോറിങ് അടച്ചു കളഞ്ഞ്. അതായത് പുറത്തുനിന്ന് ഇങ്ങനെ പ്രസ് ചെയ്താൽ അതങ്ങ് ഓപ്പൺ ആവും. അപ്പോൾ തിരക്കാണ്ട് ആൾക്കാർ പ്രസ് ചെയ്യുമ്പോൾ എനിക്ക് സ്മെല്ലടിക്കുന്നുണ്ട്. ഞാൻ പെട്ടെന്ന് അടച്ചു കളയും. അപ്പം ഞാനൊരു ചെക്കനെ കണ്ട് പരിചയപ്പെട്ടു അതിൻ്റെ അകത്തുനിന്ന്. അപ്പോൾ ഇവന് നിൽക്കാനാണെന്നില്ല, ഡിക്ക് ലിറ്ററലി ശ്വാസം മുട്ടുന്ന ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഇവനെന്ത് വെച്ച് കഴിഞ്ഞാൽ അവിടെ ബാത്റൂമിൽ ആരോന്ന് വെച്ചാൽ നമ്മൾ ഇല്ല ആരും ഇല്ല എന്ന് പറഞ്ഞ് ഇവൻ കാര്യം നിന്ന് ലിറ്ററലി കോഴിക്കോട് ടു വടകര എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു 3/4 മണിക്കൂർ സമയം എന്തായാലും എടുക്കും. ഇവൻ അവിടെ നിന്ന് ഇവിടെ എത്തുമ്പോൾ എൻ്റെ അത് നിന്നടാ എൻ്റെ അള്ളിയ കിളി പോയിച്ചാൽ കിളി പോയി. കാരണം അതിൻ്റെ എനിക്ക് അവസാനം ഡൗട്ടായി ഇവൻ ഇറങ്ങിയാത്തതുകൊണ്ട് ഇവൻ എന്താ പറ്റി ബോധം കെട്ടറ്റം വീണോ അല്ല എന്തിന്നാന്നുള്ള സാധനം. മുട്ടിയും കൂടെ അല്ലേ ഇടയ്ക്ക് ഇവൻ ബാത്റൂമിൽ തന്നെ നമുക്ക് മനസ്സിലാവില്ലല്ലോ. പക്ഷേ ഇവൻ വടകര എത്തുമ്പോൾ ഇറങ്ങിയാൽ എനിക്കൊന്ന് ശ്വാസം വീണത്. എടാ ഇത് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ മീൻസ് പറ്റുമെങ്കിൽ ഒരു ട്രെയിനോ ഒരു കമ്പാർട്ട്മെൻറ്റോ എന്തെങ്കിലും ഒന്ന് ഇട്ട് കൊടുക്കുക. കാരണം അയിറ്റ അവസ്ഥയാണ് ജനങ്ങൾക്ക്. നേത്രാവതിയല്ല ഞാൻ നല്ല ഓർമ്മിപ്പിക്കല്ലേ.